ഹരി ഓം. ദശകം 72, ശ്ലോകം 9. സായന്തനാപ്ലവവിശേഷവിവിക്തഗാത്രൗ ദൗപീതനീലരുചിരാംബരലോഭനീയൗ നാദിപ്രപഞ്ചധൃതഭൂഷണചാരുവേഷൗ മന്ദസ്മിതാർദ്രവദനൗ സയുവാം ദദർശ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സായന്തനാപ്ലവ വിശേഷ വിവിക്ത ഗാത്രൗ സായന്തനാപ്ലവ വിശേഷ വിവിക്ത ഗാത്രൗ ദൗ പീത നീല രുചിര അംബര ലോഭനീയൗ നാദിപ്രപഞ്ച ധൃതഭൂഷണ ചാരുവേഷൗ മന്ദസ്മിതാർദ്രവദനൗ സഹ യുവാം ദദർശ. സായന്തനാപ്ലവവിശേഷവിവിക്തഗാത്രൗ ദൗപീതനീലരുചിരാംബരലോഭനീയൗ നാദിപ്രപഞ്ചധൃതഭൂഷണചാരുവേഷൗ മന്ദസ്മിതാർദ്രവദനൗ സയുവാം ദദർശ. ശ്ലോകം 9 അന്വയവും അർത്ഥവും. അപ്പോൾ ഈ ശ്ലോകം 9 ആ അക്രൂരൻ കണ്ട രാമൻ്റെയും കൃഷ്ണൻ്റെയും ആ മനോഹര രൂപത്തെയാണ് വർണ്ണിക്കുന്നത്. സഹ സായന്തനാപ്ലവ വിശേഷ വിവിക്തഗാത്രൗ പീതനീലരുചിരാംബരലോഭനീയൗ നാദിപ്രപഞ്ചധൃതഭൂഷണചാരുവേഷൗ മന്ദസ്മിതാർദ്രവദനൗ യുവാം ദൗ ദദർശ. അപ്പോൾ അക്രൂരൻ എന്താ കണ്ടത്? എങ്ങനെയാണ് കണ്ടത്? സഹ എന്ന് പറഞ്ഞാൽ അക്രൂരൻ സായന്തനാപ്ലവ സായം സന്ധ്യാസമയത്ത് ആ സന്ധ്യാസ്നാനം കൊണ്ട്, ആപ്ലവം എന്ന് പറഞ്ഞാൽ സ്നാനം, ആ സന്ധ്യാസ്നാനം കൊണ്ട് അത്യന്തം നിർമ്മലമായ ശരീരത്തോടു കൂടിയവരും അവർ കാലിയൊക്കെ മേച്ച് കഴിഞ്ഞ് വന്നിട്ട് അവർ കൃത്യമായിട്ട് സന്ധ്യയ്ക്ക് മുമ്പ് കുളിച്ച് ശരീരമൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ വൃത്തിയാക്കി സുന്ദര കുട്ടപ്പന്മാരായിട്ട് നിൽക്കുകയാണ്. പീതനീലരുചിര അംബരലോഭനീയൗ മനോഹരമായ പീതനീല മഞ്ഞപ്പട്ടും നീലപ്പട്ടും അണിഞ്ഞതുകൊണ്ട് അതിസുന്ദരന്മാരും. നാദി എന്ന് വെച്ചാൽ നാദിപ്രപഞ്ചധൃതഭൂഷണ ചാരുവേഷവും വളരെ കുറച്ച് എന്ന് വെച്ചാൽ ഒരുപാടല്ലാതെ നാദിപ്രപഞ്ച ധൃതഭൂഷണ ചാരുവേഷവും വളരെ കുറച്ച് ആഭരണങ്ങൾ മാത്രം അണിഞ്ഞ് സുന്ദരരൂപം പൂണ്ടവരും. ഒരുപാടൊന്നും വലിച്ചു വാരി ഇട്ടിട്ടില്ല, ആവശ്യത്തിന് മാത്രം കുറച്ച് ആഭരണം മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മന്ദസ്മിതാർദ്രവദനൗ യുവാം ദൗ ദദർശ. മന്ദസ്മിതാർദ്രവദനവും നല്ലവണ്ണം പുഞ്ചിരി തൂകിക്കൊണ്ട് ആ വിടർന്ന മുഖമുള്ളവരും ആയ യുവാം ദൗ എന്ന് പറഞ്ഞാൽ 2 പേര്, അങ്ങനെയുള്ള നിങ്ങളെ ഇരുവരെയും എന്ന് വെച്ചാൽ കൃഷ്ണരാമന്മാരെയും ദദർശ കണ്ടു. അപ്പോൾ കാലിയൊക്കെ മേച്ച് കഴിഞ്ഞ് വന്നിട്ട് ആ സന്ധ്യാസ്നാനമൊക്കെ ചെയ്ത് പരിശുദ്ധമായി തീർന്ന ശരീരത്തോടു കൂടിയവരായിട്ടും മഞ്ഞയും നീലയും നിറമുള്ള ആ മനോഹരങ്ങളായ പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞവരായും അധികം ആഭരണങ്ങളൊന്നും അണിയാതെ തന്നെ ആ സുന്ദര രൂപന്മാരായും പുഞ്ചിരി തൂകുന്ന മുഖത്തോടു കൂടിയവരായും ഇരിക്കുന്ന നിങ്ങളെ 2 പേരെയും അക്രൂരൻ കണ്ടുവല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ഭഗവാനെ കാണുന്നത് കൊണ്ടാണ് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം പറയുന്നത്. സായന്തനാപ്ലവ വിശേഷ വിവിക്തഗാത്രൗ ദൗപീതനീലരുചിരാംബരലോഭനീയൗ നാദിപ്രപഞ്ചധൃതഭൂഷണ ചാരുവേഷൗ മന്ദസ്മിതാർദ്രവദനൗ സയുവാം ദദർശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.